ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 ഒക്ടോബർ മാസം 3-ാം തീയതി വെള്ളിയാഴ്ചയാണ് പാപാങ്കുശ ഏകാദശി വരുന്നത്. എല്ലാ ഏകാദശി വ്രതവും പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അതുപോലെ ഏറെ പ്രാധാന്യമുള്ളതാണ് പാപാങ്കുശ ഏകാദശി. നമ്മൾ ജനിച്ച് മരിക്കുന്നതുവരെ ഓരോ കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുന്നു. ഇതിൽ പുണ്യകർമ്മവും പാപകർമ്മങ്ങളും ഉണ്ടാകും. എന്നാലും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും പാപങ്ങൾ ചെയ്യില്ല. എന്നാലും അറിയാതെ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ജന്മങ്ങളിൽ നാം ചെയ്ത പാപങ്ങൾ, ഈ ജന്മങ്ങളിൽ അറിയാതെ ചെയ്യുന്ന പാപങ്ങളും അറിഞ്ഞു ചെയ്യുന്ന പാപങ്ങളും ഈ പാപാങ്കുശ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ നാം ചെയ്ത എല്ലാ പാപങ്ങളും നശിച്ചു പോകുന്നതാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഒരു ഭക്തന് ജീവിച്ചിരിക്കുന്നതുവരെ വളരെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് ജീവിത അവസാനത്തിൽ വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം. യമലോകത്തിൽ പോകേണ്ടി വരില്ല, യമലോക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. ഇതുമാത്രമല്ല, നമ്മുടെ ഏതെങ്കിലും പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നാം എടുക്കുന്ന ഈ ഏകാദശി വ്രതത്തിൻ്റെ ഫലമായി അവർക്ക് മോക്ഷം ലഭിക്കുന്നതാണ്. ഇതെല്ലാം കൊണ്ടാണ് നാം എപ്പോഴും പറയുന്നത്, വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വവും ഏറ്റവും ശ്രേഷ്ഠവുമായത് ഏകാദശി വ്രതം എന്ന്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 ഒക്ടോബർ മാസം 2-ാം തീയതി രാത്രി 7:10 മുതൽ പിറ്റേ ദിവസം ഏകാദശി ദിവസം 3-ാം തീയതി സന്ധ്യയ്ക്ക് 6:32 വരെയാണ്. ഹരിവാസര സമയം നോക്കാം. ഏകാദശി ദിവസം, അതായത് ഒക്ടോബർ 3-ാം തീയതി പകൽ 12:37 അന്നേ ദിവസം അർദ്ധരാത്രി 12:08 മധ്യയാണ് ഹരിവാസര സമയം. ഈ സമയം ഉപവസിച്ച് ഭഗവത് കീർത്തനങ്ങൾ ചൊല്ലുന്നത് വളരെ ശ്രേഷ്ഠവും പുണ്യവുമാണ്. ഈ ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് പത്മപുരാണത്തിലും ബ്രഹ്മവൈവർദ്ധ്യ പുരാണത്തിലും പരാമർശിക്കുന്നുണ്ട്. ഭഗവാനോട് അർജുനൻ ഇപ്രകാരം ചോദിക്കുന്നു: അല്ലയോ ഭഗവാനെ, എന്താണ് അശ്വിനി മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയായ പാപാങ്കുശ ഏകാദശി? ഈ ഏകാദശിയുടെ ഫലങ്ങൾ എന്താണ്? ഇതിൻ്റെ മഹത്വം എന്താണ്? അങ്ങ് വിശദമായി പറഞ്ഞു തന്നാലും. ഇത് കേട്ട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ പാർത്ഥ, കേട്ടുകൊള്ളുക. ഈ വ്രതകഥ കേൾക്കുന്നത് വളരെ പുണ്യമാണ്. അശ്വിനി മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ പാപാങ്കുശ ഏകാദശി വളരെ ശ്രേഷ്ഠത നിറഞ്ഞതാണ്. ഇതിൻ്റെ വ്രതകഥ ഇപ്രകാരമാണ്. വിന്ധ്യാപർവ്വതത്തിൽ ഒരു വേട്ടക്കാരൻ താമസിച്ചിരുന്നു. അയാൾ വളരെ പാപപ്രവർത്തികൾ ചെയ്തു വന്നിരുന്നു. കാലങ്ങൾ കടന്നുപോയി. അയാളുടെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ യമദൂതന്മാർ അദ്ദേഹത്തിന് ഒരു സന്ദേശം നൽകി: നാളെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയാണ്. ഇത് കേട്ട വേട്ടക്കാരൻ സങ്കടപ്പെടുകയും ഭയചകിതനാകുകയും ചെയ്തു. ഇതിൽ നിന്ന് രക്ഷ നേടുവാനായി വേട്ടക്കാരൻ പരിഹാരം അന്വേഷിച്ച് അദ്ദേഹം അംഗിരീസ് മഹർഷിയുടെ ആശ്രമത്തിലെത്തി. എന്നിട്ട് വളരെ സങ്കടത്തോടെ പറഞ്ഞു: അല്ലയോ മഹർഷി, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതോർത്ത് ഞാൻ ദുഃഖിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് മുക്തനാകാൻ എന്താണൊരു മാർഗം? അപ്പോൾ അംഗരീസ് ഇപ്രകാരം പറഞ്ഞു: അശ്വിനി മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ പാപാങ്കുശ ഏകാദശി ഞാൻ പറയുന്ന പ്രകാരം അനുഷ്ഠിച്ചാൽ നിങ്ങൾ ചെയ്ത പാപങ്ങളിൽ നിന്ന് നിങ്ങൾ മുക്തനാകും. ഇത് കേട്ട വേട്ടക്കാരൻ വിധിയാവണ്ണം പാപാങ്കുശ ഏകാദശി അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ നശിച്ച് മോക്ഷം നേടി വിഷ്ണുലോകം പ്രാപിച്ചു എന്നാണ് കഥ. ഇതിൻ്റെ ഫലം ഇപ്രകാരമാണ്. തികഞ്ഞ ഭക്തിയോടും സമർപ്പണത്തോടും കൂടി ഈ വ്രതം അനുഷ്ഠിച്ചാൽ 100 സൂര്യയാഗങ്ങൾ അല്ലെങ്കിൽ 1000 അശ്വമേധയാഗങ്ങൾ ചെയ്തതിൻ്റെ പുണ്യമാണ് ലഭിക്കുന്നത്. ഈ ദിവസം വിഷ്ണുനാമങ്ങൾ ജപിച്ചാൽ നിരവധി പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതോ അല്ലെങ്കിൽ ഒരു തീർത്ഥാടനം നടത്തിയതിനു തുല്യമായിട്ടാണ് ഫലം ലഭിക്കുന്നത്. ഏകാദശി വ്രതം
3 ദിവസങ്ങളിലായാണ് നാം ആചരിക്കേണ്ടത്. ഒക്ടോബർ 2-ാം തീയതി ദശമിയാണ്. അന്ന് ഒരിക്കലൂണ്, ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കണം. ദശമി ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ദീപം കൊളുത്തി ഭഗവത് നാമങ്ങൾ ജപിക്കുക. ദശമി ദിവസം, അതായത് 2-ാം തീയതി രാവിലെ തുളസിയിലകൾ ഇറുത്ത് വയ്ക്കുക. രാവിലെ ലഘുഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. അരിയാഹാരം ഒഴിച്ച് കഴിക്കുക. ഉച്ചയ്ക്ക് അരിയാഹാരം കഴിക്കാം. ലഘുവായ രീതിയിൽ കഴിക്കുക. വൈകുന്നേരം സന്ധ്യയ്ക്ക് 5 മണിക്ക് മുമ്പ് ആഹാരം കഴിച്ച് നിർത്തുക. ഗോതമ്പിലുള്ളതെന്തെങ്കിലും ഈ വൈകുന്നേരം കഴിക്കാവുന്നതാണ്. രാത്രി പാലോ പഴങ്ങളോ എന്തെങ്കിലും മിതമായി കഴിക്കാം. 3-ാം തീയതി ഏകാദശിയാണ്. അന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനം ചെയ്ത് പറ്റുമെങ്കിൽ 5 തിരിയിട്ട നെയ്വിളക്ക് കൊളുത്തി ഹരിനാമ കീർത്തനങ്ങളായ നാരായണീയം, ഭാഗവതം, ഭഗവത്ഗീത, ജ്ഞാനപ്പാന, ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 ജപിക്കുക. ഓം നമോ നാരായണായ ഇവയൊക്കെ ജപിക്കാവുന്നതാണ്. പാപങ്ങൾ നശിക്കാനും ആഗ്രഹ സാഫല്യത്തിനുമായി ഭഗവാന്റെ പത്മനാഭ അവതാരത്തെയാണ് ഈ ഏകാദശിക്ക് നാം ഭജിക്കേണ്ടത്. അടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളിലോ പോകാം. ഈ ദിവസം ഉപവാസമായി തന്നെ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. എന്നാൽ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം അനുഷ്ഠിക്കുക. ഉപവാസം എടുക്കുവാൻ സാധിക്കുന്നവർ ഉപവാസമായി തന്നെ എടുക്കുക. ധാന്യങ്ങൾ ഒന്നും തന്നെ കഴിക്കുവാൻ പാടില്ല. പാല്, പാലുൽപ്പന്നങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, കപ്പലണ്ടി, ഫ്രൂട്ട്സ്, ചൗവരി, ചാമ ഇവയെല്ലാം കഴിക്കാവുന്നതാണ്. പിറ്റേ ദിവസം 4-ാം തീയതി പാരണ വിടണം. തുളസി തീർത്ഥം ക്ഷേത്രത്തിൽ നിന്ന് സേവിച്ചുകൊണ്ട് പാരണ വിടാം. അല്ലെങ്കിൽ രാവിലെ കുളിച്ച് നാമം ജപിച്ച് വ്രതകഥ കേട്ട് അതിനുശേഷം പാരണ വിടുന്ന സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഈ 4-ാം തീയതിയും വ്രതം അവസാനിച്ചു എന്ന് വിചാരിച്ച് നോൺ വെജ് ആരും കഴിക്കരുത്. അന്നും വ്രതമായി തന്നെ ഇരിക്കുക. വൃദ്ധർ, കുഞ്ഞുങ്ങൾ, രോഗികൾ, ഗർഭിണികൾ ഇവരാരും തന്നെ വ്രതം അനുഷ്ഠിക്കാതെ ഭഗവത് നാമങ്ങൾ ചൊല്ലി ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് സസ്യാഹാരം കഴിച്ച് ഇരുന്നാലും പുണ്യമാണ് ലഭിക്കുന്നത്. പുലവാലായ്മ, പീരീഡ്സ് ടൈം ഇതൊന്നും തന്നെ വ്രതം അനുഷ്ഠിക്കുന്നതിന് തടസ്സമില്ല. ഇവർ വ്രതത്തിൻ്റെ എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് കുളിച്ച് ഹരിനാമകീർത്തനങ്ങൾ ചൊല്ലി ലഘുഭക്ഷണം കഴിച്ച് വ്രതം അനുഷ്ഠിക്കാം. ദീപം കൊളുത്തിവെച്ച് പ്രാർത്ഥിക്കരുത്. പൂജാമുറിയിലല്ലാതെ വേറെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഏകാദശിക്കും ദ്വാദശിക്കും തുളസിയിലകൾ പറിക്കരുത്. ദശമി ദിവസം രാവിലെ തുളസിയിലകൾ പറിച്ചു വയ്ക്കുക. പീരീഡ്സ് ആയവരും പുലവാലായ്മയുള്ളവരും തുളസിയിലകൾ പറിക്കരുത്. ഇനി നമുക്ക് പാരണ ടൈം നോക്കാം. കേരളത്തിൽ 4-ാം തീയതി രാവിലെ 6:10-നും 10:11-നും മധ്യയാണ്. ഗുജറാത്ത് 6:32-നും 10:29-നും മധ്യേ. മലേഷ്യ 6:51-നും 10:53-നും മധ്യയാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും. ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. എല്ലാവരും ഈ വ്രതം അനുഷ്ഠിച്ച് നാം ചെയ്ത പാപങ്ങളിൽ നിന്ന് മോചനം നേടുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.